ചക്രകൾക്കും ഷിനോബികൾക്കും എന്തിന് ചരിത്രത്തിന് തന്നെ മുമ്പ് അവർ വന്നു. നക്ഷത്രങ്ങൾക്കപ്പുറത്തു നിന്ന് മനുഷ്യരായിട്ടല്ല ദൈവങ്ങളായി ഇറങ്ങി വന്നു. അവരുടെ വിശപ്പ് യുദ്ധങ്ങൾക്ക് ജന്മം നൽകി. അവരുടെ സ്പർശനം വിധിയെ തന്നെ തിരുത്തി എഴുതി. ലോകത്തെ വിഴുങ്ങുന്ന ദൈവങ്ങളായും ചക്രയുടെ സൃഷ്ടാക്കളായും വിധിയുടെ ശില്പികളായും അവർ മാറി. സൃഷ്ടിയുടെ തന്നെ സ്വർഗീയ ശാപമായ നിത്യതയിൽ ജനിച്ചവർ. ജീവനുള്ള വസ്തുക്കളുടെ മൂർത്തിഭാവമാണിവർ. അതെ, ഇവർ ഇതിഹാസങ്ങളല്ല, ഇവരാണ് ഉറവിടം. ദൈവകുലത്തിന്റെ പതനമായ ഈ ഒരു ക്ലാനിന്റെ പതനം കൊണ്ട് മനുഷ്യരാശിക്ക് വീരന്മാരെയാണ് പ്രസവിച്ച് കിട്ടിയത്. ഷിനോബി ലോകത്തിന്റെ തുടക്കവും അവസാനവുമായി കണക്കാക്കപ്പെടുന്ന നാറുട്ടോ ലോകത്തിലെ ക്ലാനുകളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആൻഡ് ഗോഡ് ടയർ ക്ലാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഓട്സുത്സുക്കി ക്ലാൻ. ഓക്കെ ഫൈൻ, ഓട്സുത്സുക്കി അല്ലെങ്കിൽ ഔട്സുത്സുക്കി ക്ലാൻ നാറൂട്ടോ സീരീസിൽ ഉടനീളം അത്രയ്ക്ക് ബിൽഡപ്പ് കൊടുത്ത, അതായത് കോർ പ്ലോട്ടില് ഉച്ചിഹയ്ക്കും സെഞ്ചുവിനും ഉസുമാക്കിക്കുമാണ് പ്രാധാന്യമെങ്കിൽ വളരെ കുറഞ്ഞ സ്ക്രീൻ ടൈമും കൊണ്ട് ഇത്തരം ഒരു ഗോഡ് ടയർ ക്ലാൻ വേറെ ഉണ്ടെന്ന് കാണിച്ചു തന്ന പല ബിൽഡപ്പ് ഡയലോഗുകളിൽ വെച്ച് എന്തിനേറെ പറയുന്നു, സാക്ഷാൽ സെയ്ജ് ഓഫ് സിക്സ് പാത്തിന്റെ കുലമേതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഒറ്റ പേരോ കാണുള്ളൂ, ഗോഡ് ക്ലാൻ ആയിട്ടുള്ള ഔട്സുത്സുക്കി ക്ലാൻ. ഈ ഓട്സുത്സുക്കി ക്ലാനിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ക്ലാനിൻ്റെ ഒറിജിൻ, എന്തായിരുന്നു ഇവരുടെ ഡിവൈൻ ആയിട്ടുള്ള മിഷൻ, ഇവരുടെ ആ ഒരു ചക്ര ഫ്രൂട്ടും 10 ടൈൽസ് അല്ലെങ്കിൽ ജൂബി ആയിട്ടുള്ള കണക്ഷൻസും, എന്തൊക്കെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് അല്ലെങ്കിൽ കെക്കെ ഗെൻകൈ വല്ലതും ഉണ്ടായിരുന്ന ഓട്സുത്സുക്കി ക്ലാനെന്നും, ആരൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മെയിൻ മെമ്പേഴ്സ് ഓഫ് ഔട്സുത്സുക്കി ക്ലാൻ എന്നും, അവരുടെ ജെനറ്റിക്സും എവല്യൂഷനും അവരുടെ ഹൈറാർക്കിയും കൾച്ചറും എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് അവർ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നതെന്നും, പിന്നെ കോമൺ ടു ഓൾ ഔട്സുത്സുക്കി പവേഴ്സ് ഉണ്ടല്ലോ അതും, സിംബോളിസവും ഫിലോസഫിയും, അവസാനം ഔട്സുത്സുക്കി ക്ലാനിൻ്റെ ലെഗസിയും പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മറൈസ്ഡ് ബ്രീഫ് വീഡിയോ ആയിരിക്കും ഇത്. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒറിജിൻ ഓഫ് ദി ഔട്സുത്സുക്കി ക്ലാൻ. സോ ഔട്സുത്സുക്കി ക്ലാനിനെ നാറൂട്ടോ ഡേറ്റാ ബുക്ക് തന്നെ കൊടുക്കുന്ന സെൻറ്റൻസ്, 1 ലൈൻ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ്റ് എക്സ്ട്രാ ടെറസ്ട്രിയൽ റേസ് എന്നാണ്. അതെ, ഒരു ഏലിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരെ പ്രതിപാദിക്കുന്നത് ഗോഡ് ലൈക്ക് ബീങ്സ് ഹു ട്രാവൽ ഫ്രം പ്ലാനറ്റ് ടു പ്ലാനറ്റ് എന്നാണ്. എന്തിന്? ഓരോരോ ഗ്രഹങ്ങളിൽ പോയി അവർ അവിടുത്തെ ലൈഫ് ചക്രനെ കൺസ്യൂം ചെയ്ത് ആ ഒരു പവർ സ്വന്തമാക്കുവാൻ നോക്കുന്നു. മനസ്സിലായല്ലോ, ഈ ലൈഫ് എനർജി ആണല്ലോ ചക്ര. ആ ഒരു ചക്രനെ മുഴുവൻ കൺസ്യൂം ചെയ്ത് ഇവരവരുടെ പവറാക്കി മാറ്റുന്നു. എന്തിന്? അവരവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി തന്നെ. നാറൂട്ടോ ഡേറ്റാ ബുക്കിൽ ഇവരുടെ ഒറിജിൻ ഏത് പ്ലേസ് ആണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇവരൊരു അനദർ ഡൈമെൻഷനോ അല്ലെങ്കിൽ സെലസ്റ്റിയൽ റേലത്തിന്നോ വരുന്നതെന്നാണ് പറയുന്നത്. നാറൂട്ടോ സീരീസിൽ അതിനെ റെഫർ ചെയ്യുന്നത് ഹോം വേൾഡ് ഓഫ് ഔട്സുത്സുക്കി എന്നാണ്. അതൊരു ഡിഫറെൻറ്റ് റെലം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡൈമെൻഷൻ എന്ന് തന്നെ പറയാം. ഇവരുടെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചക്ര ഹാർവസ്റ്റിംഗ് ആണ്. അതെ, ഓരോരോ ഗ്രഹത്തിൽ പോയി അവരുടെ ലൈഫ് ഫോഴ്സിനെ ഇവരങ്ങോട്ട് കൺസ്യൂം ചെയ്യും. കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഔട്സുത്സുക്കി ക്ലാനിലുള്ള ഗോഡ്സിന് ഒരു ഡിവൈൻ മിഷൻ ഉണ്ട്, ചക്ര ഹാർവസ്റ്റിംഗ്. ഇവർ ഓരോരോ ഡയമെൻഷനിൽ പോയിട്ട് ഓരോരോ ഗ്രഹങ്ങൾ, അതായത് ജീവനുള്ള ലൈഫ് എനർജി ഉള്ള ഗ്രഹങ്ങൾ സെലക്ട് ചെയ്യും. അതായത് ഇവർ പോകുന്നത് തന്നെ പെയറായിട്ടാണ്. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റോയൽ ഫാമിലിയിലെ ഒരു ഔട്സുത്സുക്കിയും പിന്നെ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ചാവേറ് പോലത്തെ ഒരു ഔട്സുത്സുക്കിയും. എന്നിട്ട് ഇവർ ആ ഗ്രഹത്തിൽ കൊണ്ട് ഒരു ട്രീ അങ്ങ് പ്ലാന്റ് ചെയ്യും. അതിനെയാണ് ഗോ ട്രീ അല്ലെങ്കിൽ ജിൻജു എന്ന് വിളിക്കുന്നത്. ഈ ഒരു ട്രീ എല്ലാ മുക്കും മൂലയിലും ചെന്നിട്ട് എല്ലാ ലൈഫിനെയും ചക്രേനെ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. ഇതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫ്രൂട്ടാണ് നമ്മുടെ റോയൽ ഫാമിലിയിലെ അംഗമായ ഔട്സുത്സുക്കി കഴിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇമ്മൻസ് ആയിട്ടുള്ള പവർ കിട്ടും. ഈ ഒരു ഫ്രൂട്ടിനെ തന്നെയാണ് ചക്ര ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത്. പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ട്രീ വളർന്നു വലുതായിട്ട് ആ ഒരു ഫ്രൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രഹം തന്നെ ഇല്ലാതെയാകും. എന്നാ പറയുന്നത്, ഒരു ശ്മശാനം പോലെ ആ ഒരു ഗ്രഹം തന്നെ മാറിപ്പോകും. സോ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവർ ഓരോ ഗ്രഹത്തിനെ കാണുന്നത് ചക്ര ഹാർവസ്റ്റിംഗ് ഫാമുകളായിട്ടാണ്. ഇവിടെ വെച്ചാണ് നമ്മുടെ നാറൂട്ടോ കോറിലേക്ക്, അതായത് കഥയുടെ കോറിലേക്ക് ഇവരുടെ ആ ഒരു ഉദ്യമം വരുന്നത്. അതായത് ചക്ര ഫ്രൂട്ടും 10 ടൈൽസുമായിട്ടുള്ള കണക്ഷൻ. ഈ പറയുന്ന ഗോഡ് ട്രീയുടെ ഒരു എസെൻഷ്യൽ മാനിഫെസ്റ്റേഷനാണ് നമ്മുടെ 10 ടൈൽസ് അല്ലെങ്കിൽ ജൂവി. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഗാർഡിയൻ ബീസ്റ്റ് എന്ന് തന്നെ പറയാം.
കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 2 പേരായിട്ടാണല്ലോ ഓരോ ഗ്രഹത്തിലും പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരാൾ സാക്രിഫൈസ് ചെയ്യണം ഈ ഒരു ട്രീക്ക് വേണ്ടി. ഇവർ സാക്രിഫൈസ് ചെയ്യുന്ന സമയത്താണ് 10 ടൈൽസ് ബോൺ ആവുന്നത്. അപ്പോഴാണ് ആ ഒരു പവറിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്തുന്നത് തന്നെ. എന്നിട്ടാണ് ഈ ഒരു ട്രീ ചക്ര ഫ്രൂട്ട് ഫോം ചെയ്ത് ഗോഡ് ടയർ പവർ കൊടുക്കുന്നത്. എന്തൊക്കെയായിരിക്കും ആ പവർ? ഡൈമെൻഷണൽ ട്രാവൽ, റിയാലിറ്റി റാപ്പിംഗ്, ഇമോർട്ടാലിറ്റി, അതുപോലത്തെ ഗോഡ് ലെവൽ പവേഴ്സ്. സോ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് പറയുമ്പോൾ നമ്മൾ ഇവരുടെ, അതായത് നമ്മൾ ഹ്യൂമൻസിൽ കണ്ടതിൻ്റെ എല്ലാം ഗോഡ് ലെവൽ രീതിയിൽ ചിന്തിച്ചാൽ മതി. അതായത് ഇമ്മൻസ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, സ്പീഡുണ്ട്, ഇമോർട്ടാലിറ്റി ഉണ്ട്, ലോഞ്ചിറ്റിവിറ്റി ഉണ്ട്, എനർജി അബ്സോർപ്ഷൻ ഉണ്ട്, ഡൈമെൻഷണൽ ട്രാവൽ ഉണ്ട്, റീജനറേഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഹ്യൂമൻസ് രീതിയിൽ ഓരോ വേരിയേഷൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം ഏറ്റവും ഉന്നത അവസ്ഥയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി ടെക്നിക്സ് വല്ലതും ഉണ്ടോ നമ്മുടെ റെനഗാൻ, ബാക്കുഗാൻ, റെനെ ഷെറിംഗാനൊക്കെ പോലെ? ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു വംശപരമ്പരയിൽ നിന്ന് തന്നെയാണ് റെനഗൻ, ബ്യാക്കുഗൻ, റെനെ ഷെറിംഗൻ എല്ലാം തന്നെ വന്നിട്ടുള്ളത്. നമുക്കറിയാം സെയ്ജ് ഓഫ് സിക്സ് പാത്ത് അല്ലെങ്കിൽ ഹാഗറോമോ ഔട്സുത്സുക്കി എന്ന് പറയുന്ന ഔട്സുത്സുക്കി ക്ലാനിലെ തന്നെ സെയ്ജ് ആയിട്ടുള്ള അദ്ദേഹത്തിൽ നിന്നാണ് ഈ പറഞ്ഞ ഗ്രേറ്റ് ഡൊജിറ്റ്സുകളുടെ എല്ലാം ഒരു മൂല കാരണം തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഹ്യൂമൻസിന് ലഭിച്ചതെന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാമല്ലോ. സോ ഇതിൻ്റെ എല്ലാം ഒരു അൾട്ടിമേറ്റ് വേർഷൻ ഓഫ് ഡൊജിറ്റ്സു തന്നെയായിരുന്നു ഔട്സുത്സുക്കി ക്ലാൻ പോസസ് ചെയ്തിരുന്നത്. ബട്ട് അതിൽ കുറച്ച് വേരിയൻസ് ഉണ്ടായിരുന്നെന്ന് പറയാം. അതായത് ബ്യാക്കുഗാൻ പോലത്തെ ഒരു ഡൊജിറ്റ്സു ആണ് കാഗുയ, മൊമോഷിക്കി, കിനിഷിക്കി, ടൊണേറി. പിന്നെ റെനഗൻ ആണെങ്കിൽ നമ്മുടെ ഹാഗറോമോ, മൊമോഷിക്കി, സാസ്കെ. പിന്നെ റിനെ ഷെറിംഗൻ ആണെങ്കിൽ കാഗുയയും മധാരയും. അങ്ങനെ ബട്ട് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ ഡിഫറെൻ്റ് ആൻഡ് വേരിയേഷൻസ് ഇതിന് ഉണ്ടായിട്ടുണ്ട്. കറക്റ്റായിട്ട് ഡേറ്റാ ബുക്കിലൊന്നും ഇവരുടെ ഡൊജിറ്റ്സുവിനെ പറ്റി പ്രതിപാദിക്കുന്നില്ല. ബട്ട് സീരീസിലെ ഓരോരോ നറേഷനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി മേജർ മെമ്പേഴ്സ് ഓഫ് ദി ഔട്സുത്സുക്കി ക്ലാൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് കാഗുയ ഔട്സുത്സുക്കി. മാതരയാണ് ഏറ്റവും കണ്ട വില്ലെന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് കാഗുയ വരുന്നത്. ഇതേ കാഗുയ തന്നെയാണ് ഫസ്റ്റ് ഔട്സുത്സുക്കി എന്ന് റെഫർ ചെയ്യുന്നത്. എന്തിനെ? എർത്തിൽ വന്ന ഫസ്റ്റ് ഔട്സുത്സുക്കി ആയിട്ട് റെഫർ ചെയ്യുന്നത് കാഗുയനെ തന്നെയാണ്. തുടർന്ന് ഇവർ റാബിറ്റ് ഗോഡസ് എന്നൊക്കെ അറിയപ്പെടുവാൻ തുടങ്ങി. ഇവരുടെ മക്കളാണ് ഹാഗറോമ ഔട്സുത്സുക്കിയും ഹാമുറ ഔട്സുത്സുക്കിയും, അല്ലെങ്കിൽ സെയ്ജ് ഓഫ് സിക്സ് പാത്തും സിക്സ് പാത്തിൻ്റെ അനിയനും. ഈ ഒരു സെയ്ജ് ഓഫ് സിക്സ് പാത്തിൽ നിന്നാണ് നിഞ്ചിറ്റ്സുവും 10 ടൈൽസ് ചക്ര ഡിഫറെൻറ്റ് ടൈൽഡ് ബീസ്റ്റിലേക്ക് പോയതും അഷുറയും ഇന്ദ്രയും ഉണ്ടായിട്ട് ആ ഒരു എന്നാ പറയുന്ന വംശപരമ്പരമായിട്ടുള്ള ലെജൻഡറി ബാറ്റിൽസ് എല്ലാം നടന്നത്. അഷുറയും ഇന്ദ്രയും ഹാഗ്രോമയുടെ മക്കളാണല്ലോ. ഈ ഹാഗ്രോമ കാഗുയയുടെ മകനാണല്ലോ. സോ അങ്ങനെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ലെഗസി ഉണ്ട്. ഇതിൽ ഞാൻ ഹാമുറ ഔട്സുത്സുക്കി അനിയനാന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ട്വിൻസ് തന്നെയാണ്. ബട്ട് പൊടിക്കൊരു മൂത്തതെന്ന് കൽപ്പിക്കുവാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഹാഗറോമോ. സോ എടുത്ത് പറയുകയാണെങ്കിൽ ഹാമുറ ഔട്സുത്സുക്കിയാണ് ഫൗണ്ടർ ഓഫ് ഹ്യൂഗ ക്ലാൻ എന്ന് ഡേറ്റാ ബുക്ക് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ ബൊറൂട്ടോ എറയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ മൊമോഷിക്കിനെ കാണാം, കിനിഷിക്കിനെ കാണാം, ഇഷിക്കിനെ കാണാം, ടൊണേറിയൊക്കെ അങ്ങനെ കഥകൾ കിടക്കുകയാണ്. പിന്നെ ഇവരുടെ ഇമ്മോർട്ടാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ പവർ നൽകുന്ന ഒന്നാണ് ഇവരുടെ ഒരു കർമാസിൽ. കർമാസിലിനെ പറ്റി ഞാനൊരു എൻറ്റർ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു സമ്മറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു റിസറക്ഷൻ ടൂളാണ് ഈ കർമാസീല്. ഇവരുടെ ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സീല്, അതായത് മരണമില്ലായ്മ. നമ്മുടെ ബ്യാക്കുഗാനിലൊക്കെ പോലെ തന്നെയും ഹൈറാർക്കി ആൻഡ് കൾച്ചർ ഔട്സുത്സുക്കി ക്ലാനിൽ നല്ല രീതിയിലുണ്ട്. അതായത് അവരുടെ ക്ലാനിലും മെയിൻ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ചാവേറുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൻ ഫാമിലി മെമ്പേഴ്സാണ് കാഗുയ, ഇഷിക്കി, മൊമോഷിക്കിയൊക്കെ. ഇനിയിപ്പോൾ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സാക്രിഫൈസ് അല്ലെങ്കിൽ ചാവേറിന് വേണ്ടി നടക്കുന്നതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാഗുയയ്ക്ക് സാക്രിഫൈസ് ചെയ്യേണ്ട ആളായിരുന്നു ഇഷിക്കി. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറിയൊക്കെ നമുക്കറിയാം. സോ നിങ്ങൾക്ക് ഏതായാലും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഔട്സുത്സുക്കി ക്ലാനിൻ്റെ ഇമ്പാക്റ്റ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ അറിയാലോ, ചക്ര എന്ന് പറയുന്ന സാധനം തന്നെ കാഗയിൽ നിന്ന് വന്നതാണ്. അതിൽ നിന്നാണ് നമ്മുടെ ഹാഗറോമോ നിഞ്ചിറ്റ്സു കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് ബ്ലഡ് ലൈൻ ക്ലാൻസ് ഇവരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അസുര, ഇന്ദ്ര, അതിൽ നിന്ന് ഉച്ചിഹ, സെഞ്ചു, ഉസുമാക്കി, ഹ്യൂഗ, അങ്ങനെ എല്ലാ ഡിസെൻഡൻസും. പിന്നെ റിനങ്കൻ, ബ്യാക്കുഗൻ, ഷെറിംഗൻ പോലെയുള്ള ഓൾ ഗ്രേറ്റ് ഡൊജിറ്റ്സു എല്ലാം ഔട്സുത്സുക്കി ജനറ്റിക്സിൽ നിന്നും ഉണ്ടായതാണ്. ഇനിയിപ്പോൾ എന്നാ വേണം പറയണം, കോൺസെപ്റ്റ് ഓഫ് റീഇൻകാർണേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നാറൂട്ടോ, സാസ്കെ, മാതര, പിന്നെ നമ്മുടെ ഹാഷ്വാമ, ഇതെല്ലാം ഇവരുടെ തന്നെ ജനറ്റിക്സിൻ്റെ രൂപേണ ഉണ്ടായ ആ ഒരു ലെഗസിയിലെ ഭാഗം തന്നെയാണ്. ഇവരെ നാറൂട്ടോ ഡേറ്റാ ബുക്ക് വിശേഷിപ്പിക്കുന്നത് ആൽഫ ആൻഡ് ഒമേഗ എന്നാണ്, അതായത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ ഗോഡ്സ്. ഇനി ഓരോരോ ഔട്സുത്സുക്കി ആൾക്കാർക്കും യുണീക്ക് ആയിട്ടുള്ള കുറേ പവേഴ്സ് ഉണ്ടെങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് പവേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പേസ് ടൈം നിഞ്ചിറ്റ്സു ആണ്. അതായത് ഓരോരോ ഡൈമെൻഷൻസ് ഇൻസ്റ്റൻ്റ്ലി ട്രാവൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഇമ്മോർട്ടാലിറ്റി ആൻഡ് റീജനറേഷൻ ആണ്. അതെ, മനസ്സിലായല്ലോ, അമരത്വം. മൂന്നാമത്തെ ചക്ര അബ്സോർപ്ഷൻ ആണ്.
എല്ലാ തരത്തിലുള്ള നിഞ്ചിത്സും ഇവർക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ കർമാസിയിൽ ഇംപ്ലാന്റേഷനും എനർജി മാനിപ്പുലേഷനും എൻഹാൻസ്ഡ് പെർസെപ്ഷനും എല്ലാം ഇവരുടെ കോമൺ പവേഴ്സിലുള്ളതാണ്. ഇനി നമുക്ക് ഔട്ട്സുക്കിയുടെ സിംബോളിസവും ഫിലോസഫിയും നോക്കുകയാണെങ്കിൽ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡ്യുവാലിറ്റി ഓഫ് ഡിവൈൻ ആൻഡ് ഗ്രീഡാണ്. അതായത് ദൈവത്വത്തിനും ആ ഒരു ആർത്തിക്കും ഇടയിൽ നിൽക്കുന്ന ദൈവങ്ങൾ. അവരാണ് ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ, ഗൈഡ് ചെയ്യേണ്ട ആൾക്കാർ, പക്ഷെ പവറിന് വേണ്ടി കറപ്റ്റായി പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഒരു കോട്ട് പറയുന്നുണ്ട്, ദേ ക്രിയേറ്റഡ് ചക്ര ടു കണക്ട് ദ വേൾഡ് ബട്ട് യൂസ്ഡ് ഇറ്റ് ടു കോൺക്വർ ഇറ്റ്. സോ നാറൂട്ടോ വേൾഡിൽ ഔട്സുക്കിയുടെ ലെഗസി കൊണ്ടുവരുന്നത് നാറൂട്ടോയും സാസ്കിയും തന്നെയാണെങ്കിൽ, അതായത് ഹോഗറോമയുടെ ലെഗസി പിന്തുടർന്നെങ്കിൽ ബൊറൂട്ടോയിൽ അത് വരുന്നത് ബൊറൂട്ടോയും കവാക്കിയൊക്കെയാണ്, അതായത് കർമാസിയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച്. ഇനി നമ്മുടെ രീതിയിൽ ഒരു സമ്മറി കോട്ട് പറയുകയാണെങ്കിൽ, ദേ വെർ നോട്ട് ബോൺ ഓൺ എർത്ത് യെറ്റ് ദേ ഷേപ്ഡ് ഇറ്റ്സ് ഡെസ്റ്റിനി. Gods who fell to greed and mortals who rose to challenge them. The Otsutsuki are not a clan but are the origin of divinity itself. ഇത്രയൊക്കെയാണ് നമുക്ക് നാറൂട്ടോ വേൾഡിൽ നിന്ന് ഔട്സുക്കി ക്ലാനിനെ പറ്റി ലഭിക്കുന്ന വിവരങ്ങൾ. ഞാൻ ഈ പറയാത്തതിൽ എന്തെങ്കിലും എക്സ്ട്രാ വിവരങ്ങൾ നിങ്ങൾക്ക് നാറൂട്ടോ വേൾഡിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ, നമുക്കത് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തൊരു നാറൂട്ടോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്.